ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ 10ാമത്തെ രാശിയായ മകരരാശി. മകരരാശിക്കാർക്ക് 2025 ഓഗസ്റ്റിൽ നിങ്ങളുടെ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൻ്റെ ഫലങ്ങളും എന്തെല്ലാമെന്ന് നോക്കാം. മകരരാശിയുടെ സ്വാമി ശനിദേവ്. ജന്മരാശി ചന്ദ്രരാശിയെ ആധാരമാക്കിയിട്ടുള്ളതാണ് ഈ പ്രവചനം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. ഓഗസ്റ്റ് മാസം 2ാം ഹൗസിൽ രാഹുവും 3ാമത്തെ ഹൗസിൽ ശനിദേവും 6ാമത്തെ ഹൗസിൽ ശുക്രനും വ്യാഴം 7ാമത്തെ ഹൗസിൽ സൂര്യനും ബുധനും 8ാമത്തെ ഹൗസിൽ കേതുവും 9ാമത്തെ ഹൗസിൽ ചൊവ്വയുമാണ്. ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ദാമ്പത്യം നോക്കുന്നത് 7ാമത്തെ ഹൗസ്. 7ാമത്തെ ഹൗസിലെ സൂര്യനും ബുധനുമുണ്ട്. ഈ സമയം കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ ദാമ്പത്യം കടന്നു പോകുന്നതാണ്. നിങ്ങളുടെ പാർട്ട്ണർക്ക് വളരെ കുറച്ച് ബിസി ആയിരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ ജോലിപരമായി ചെറിയ ചെറിയ യാത്രകൾ ചെയ്യേണ്ടി വരുന്ന സമയമാണ്. ദാമ്പത്യം ആവറേജായിട്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്ന ഒരു സമയമാണ്. ഈ മാസം നിങ്ങളുടെ ഭാഗ്യം ബുധൻ കേന്ദ്രത്തിലിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ സമയം നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സോ അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലോ ട്രേഡിങ്ങിൽ പ്രോപ്പർട്ടി സെയിൽ പർച്ചേസ് ഒക്കെ ചെയ്യുന്ന നല്ല സമയമാണ്. അതും ഓഗസ്റ്റ് 21 ശേഷം വളരെ അനുകൂലമായ സമയമായിരിക്കും. ഒരു ബുധ ആദിത്യ യോഗം കൂടി ഈ സമയം വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യം വളരെ നല്ല രീതിയിലായിരിക്കും നടക്കുക. ജോലിപരമായി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ, അതായത് ആദ്യത്തെ 2 ആഴ്ചകൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതിനുള്ള സമയമാണ് കാണുന്നത്. ജോലി സംബന്ധിച്ച യാത്രകൾ ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഓഗസ്റ്റ് 21 ശേഷം അതെല്ലാം മാറി ഒന്ന് സ്മൂത്തായി വരുന്ന സമയമായിരിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും കിട്ടുന്നതായിരിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർ ഓഗസ്റ്റ് 21 ശേഷം പുതിയ ജോലിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. ഓഗസ്റ്റ് മാസം ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല സമയം. നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ നല്ലപോലുള്ള വരുമാനം ഉണ്ടാകുന്നതിനുമുള്ള സമയമാണ്. ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ ഈ മാസം കൂടുതൽ കുഴപ്പങ്ങൾ ഒന്നുമില്ലാതെ പോകുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങളുടെ ആഹാരം ക്രമീകരിക്കുക. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇൻഡൈജഷൻ സംബന്ധിച്ച ചെറിയ അസുഖങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ സമയം നിങ്ങളുടെ 7.5 ശനിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആഹാരത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ മാസം ലവ് റിലേഷൻ, നിങ്ങളുടെ സ്നേഹബന്ധം, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരാണോ എങ്കിൽ അതെല്ലാം ഒന്ന് മാറി വരുന്ന സമയമായിരിക്കും ഓഗസ്റ്റ് മാസം. അപ്പോൾ മുമ്പത്തെ ചെറിയ കാര്യങ്ങൾ അതെല്ലാം വിട്ടേക്കൂ. അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഈ മാസം നല്ല സന്തോഷപരമായി ഇരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക്. വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് മാസം നിങ്ങളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച് എന്തെങ്കിലും ചെറിയ യാത്രകൾ ചെയ്യുന്നതിനുള്ള സമയമാണ്. പുതിയ കോഴ്സുകൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഓഗസ്റ്റ് 16 ശേഷം കൂടുതൽ അനുയോജ്യമായ സമയമായിരിക്കും. ഇത് വീട്ടിൽ നിന്നും മാറി നിന്ന് പഠിക്കുന്നവർക്ക് നല്ല സമയം, അനുകൂല സമയമായിരിക്കും. അപ്പോൾ പുതിയ എന്തെങ്കിലും കോഴ്സിന് ചേരുന്നതിനോ അഡ്മിഷൻ, എക്സാം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് റിസൾട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ: ശനിയുടെയും ശുക്രൻ്റെയും ബീജമന്ത്രം, അതുപോലെ തന്നെ രാവിലെ ശുദ്ധി ആയതിനു ശേഷം ഗായത്രി മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഹനുമാൻ ചാലിസ ഡെയിലി പാരായണം ചെയ്യുക വൈകിട്ട്. സമയം ഇല്ലാത്തവരാണെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക. ഇന്നത്തെ വാസ്തു ടിപ്പ്: നിങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ വെക്കേണ്ട, വാസ്തുപരമായി വെക്കേണ്ട ഐഡിയൽ പ്ലേസ് ഏതാണെന്ന് നോക്കാം. നോർത്ത് വെസ്റ്റ്, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്. അവിടെ സ്ഥലമില്ലെങ്കിൽ നിങ്ങൾക്ക് പടിഞ്ഞാറ് വശത്തും വയ്ക്കാം. അതുമല്ലെങ്കിൽ തെക്ക്
കിഴക്ക് ഭാഗത്തും വയ്ക്കാവുന്നതാണ്. പക്ഷേ വെക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ നോർത്ത് ഈസ്റ്റ്, ഈശാന്യകോണിൽ ഒരിക്കലും വാഷിംഗ് മെഷീൻ വരാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് വീടിൻ്റെ മധ്യഭാഗം, ആ ഭാഗത്തും നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വെക്കാൻ പാടുള്ളതല്ല. പിന്നെ തെക്ക് പടിഞ്ഞാറ് കോർണർ നിങ്ങളുടെ സ്റ്റെബിലിറ്റിയുടെ കോർണറാണ്. അപ്പോൾ അവിടെ ഡ്രെയിനേജ് ഒന്നും വരാൻ പാടില്ലാത്തത് കൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ നിങ്ങൾ തെക്ക് വടക്ക് കോർണറിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങൾ എത്രയൊക്കെ വരുമാനം കിട്ടിയിട്ടും വീട്ടിൽ നിന്നും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ വാസ്തുദോഷം കൂടി ആയിരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കൂടുതൽ വാസ്തു നോക്കിയില്ലെങ്കിലും വീടിൻ്റെ 4 കോർണർ നിങ്ങൾ അത് കറക്റ്റായി വെക്കുക. കൂടുതൽ 4 കോർണർ കറക്റ്റായി ഇരിക്കുവാണെങ്കിൽ ആ വീടിന് ഒരു 50% വാസ്തുദോഷം ഇല്ലാതിരിക്കും. അപ്പോൾ ഇങ്ങനെ നിരന്തരമായ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ വാസ്തു ദോഷമാകാനായിരിക്കും അതിന് കാരണം. അതുകൊണ്ട് നിങ്ങൾ വാസ്തു ചെക്ക് ചെയ്യിപ്പിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒരു കമൻ്റ് ഇടുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു.